നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി 50-ൽ വളരെ അധികം വെയിറ്റേജുള്ള ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് റിസൾട്ടുകളെല്ലാം തന്നെ ഇന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ITCയുടെ റിസൾട്ടാണ്. ITCയുടെ റിസൾട്ട് 4,917 കോടി രൂപയാണ് റിസൾട്ട് വന്നത്. കഴിഞ്ഞ ഇയറിൽ ഈ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അതേ റിസൾട്ടാണ്. റിസൾട്ട് ഫ്ലാറ്റായിരുന്നു. ഇന്ന് പ്രധാനമായിട്ടും അദാനി എൻ്റർപ്രൈസസിനെ അദാനി പോർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇന്ന് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിൽ മാരുതി റിസൾട്ടിന് ശേഷം റാലി രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ മോട്ടോഴ്സും M&M ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഈവൻ അശോക് ലേലാൻഡ് ഉൾപ്പെടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് ഉണ്ട്, അത് നമുക്കും ചർച്ച ചെയ്യാൻ പറ്റും. ഇൻഫോസിസ് നമ്മൾ രാവിലെ കണ്ടിരുന്നു. ഇൻഫോസിസിന് ഏകദേശം ഒരു 32,000 കോടി രൂപയുടെ ഒരു GST നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും സെൻട്രലിൻ്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ ഇൻഫോസിസ് 1% ഇടിവ് കണ്ടു. ഭീകരമായിട്ടൊന്നും ഇടിഞ്ഞില്ല. കൂടാതെ തന്നെ ജെറ്റ് ഫ്യൂൽ ഓയിൽസ് എല്ലാം തന്നെ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ട് ഏവിയേഷൻ സെക്ടറിലുള്ള ഇൻഡിഗോ, സ്പൈസ്ജെറ്റ് ഉൾപ്പെടെയുള്ള കമ്പനീസിലും ചെറിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റും വിശദമായിട്ടുള്ള നിഫ്റ്റിയുടെ അനാലിസിസും എല്ലാം തന്നെ സ്റ്റോക്കിൻ്റെ ന്യൂസുകളും നമുക്ക് ചർച്ച ചെയ്യാം. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, ONGC, ഡോക്ടർ റെഡ്ഡി, ശ്രീരാം ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 3.7 അതായത് 3.25% വരെയുള്ള റാലി ഉണ്ടാക്കിയപ്പോൾ ഇന്ന് M&M, ഹീറോ മോട്ടോ കോർപ്പ്, ടാറ്റ സ്റ്റീൽ, SBI, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 2.5% മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ബിറ്റ്കോയിൻ $64,500, ബ്രന്റ് ഓയിൽ $81, ഗോൾഡ് കാണാം $22,435 പെർ ഔൺസാണ് ഗോൾഡ് നിൽക്കുന്നത്. പശ്ചിമേഷ്യയിൽ എസ്പെഷ്യലി ലബനാൻ, അതല്ലെങ്കിൽ ഈവൻ പുതിയതായിട്ട് ഇപ്പോൾ ഇറാൻ, അവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോൾ സ്പൈക്ക് ആകുന്നത്. ഓസ്ട്രേലിയ, ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഓസ്ട്രേലിയ കാണാം S&P 200 ഫ്ലാറ്റായിരുന്നു. ഷാങ്ഹായ് റെഡിലടച്ചു, കോസ്പി ഫ്ലാറ്റായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് 1000 പോയിൻ്റ് ഇടിവ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.5% ഫോളായി 12.9. ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും റെഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ UK മാർക്കറ്റ് ഏറ്റവും അവസാനം കാണാം ഏകദേശം ഒരു 19 പോയിൻറ്റിന്, അഥവാ പേരിന് മാത്രം ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇന്ന് രാവിലെ വിശദമായിട്ട് പേപ്പറിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നത്, എവിടെയാണ് പ്രശ്നം എന്നുള്ളതൊക്കെ വിശദമായിട്ട്. പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിന് അങ്ങനെ വലിയ തോതിൽ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഇതേ റീസൺ കൊണ്ടൊക്കെ ഇറാൻ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ മാർക്കറ്റ് സീവിയർ ഫോൾ ആയതാണ്. അപ്പോൾ ഒരേ റീസൺ കൊണ്ടായിരിക്കണം വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോൾ മാർക്കറ്റിനെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബാധിക്കുന്നില്ല. പെട്ടെന്നൊരു ഇടിവ് വന്നതിന് ശേഷം നമ്മൾ മാർക്കറ്റിൻ്റെ ഇടിവിൻ്റെ കാരണം തേടി പോകുമ്പോൾ ഇതാണ് പ്രശ്നമെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുന്നില്ല, പക്ഷേ റീസൺ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് തന്നെ മാർക്കറ്റിനെ സമീപിക്കുക. ഈ എസ്പെഷ്യലി നിഫ്റ്റി എല്ലാം തന്നെ 25,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ 60 പോയിൻ്റാണ് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 25,000 മുകളിൽ നിഫ്റ്റിയുടെ ക്ലോസിങ് സാധ്യമായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 25,000 എന്ന നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ചൊക്കെ ഒരു 5 മാസം മുമ്പൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്ന ഒരു വാല്യൂ ആയിരുന്നില്ല. നിഫ്റ്റിയൊക്കെ 14,000-നൊക്കെ ട്രേഡ് ചെയ്ത ഒരു സമയത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ മാർക്കറ്റിലേക്ക് വന്നത്, അതായത് ആ ഒരു കോവിഡ് ടൈമിൽ. അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്നത് 25,000 റിസൾട്ടിലേക്ക് വരാം. ആദ്യമായിട്ട് സൊമാറ്റോയുടെ റിസൾട്ടാണ്. അതിനു മുമ്പ് 2 ദിവസം അവധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാനായിട്ട് സാധിക്കും. സൊമാറ്റോയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 75%, റവന്യൂ 75% ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 253 കോടി രൂപയാണ്. മികച്ച റിസൾട്ടാണ്. ലോസ് മേക്കിംഗ് കമ്പനിയാണ് എന്നൊക്കെ പല ആളുകളും പരാതിപ്പെടേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി സൊമാറ്റോ വീണ്ടും ലാഭത്തിലേക്ക് വന്നു. അദാനി പോർട്ട് നെറ്റ് പ്രോഫിറ്റ് 47% ഉയർന്ന് 3,107 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗോദ്രേജ് അഗ്രോവിറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 105 കോടി രൂപയിൽ നിന്ന് 132 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. തെർമാക്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 82% ഉയർന്ന് 116 കോടി രൂപ കരസ്ഥമാക്കി. 85 കോടി രൂപയിൽ നിന്നാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്.
ടാറ്റ മോട്ടോഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 74% ഉയർന്നു. അതായത് 32,003 കോടി രൂപയിൽ നിന്ന് 55,066 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. എന്തൊക്കെ പറഞ്ഞാലും നിലവിലെ ഏറ്റവും കൂടുതൽ EV കാറുകൾ ഇപ്പോഴും ആളുകൾ വാങ്ങുന്നത് നെക്സോൺ തന്നെയാണ്. ഒരുപാട് EV കാറുകൾ ഉണ്ടെങ്കിൽ കൂടിയും EV കാറ് ഈ ഒരു രംഗത്തേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന ഒരു കമ്പനി എന്ന നിലയിൽ ഈ ഒരു EV സെഗ്മെൻറ്റിലെ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ടാറ്റ മോട്ടോഴ്സിൽ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയിലാണ് ടാറ്റ മോട്ടോഴ്സ് ചില ആളുകൾ കൂടുതൽ EV കാറുകളിൽ വാങ്ങുന്നത്. ന്യൂലാൻഡ് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61 നിന്ന് 97 കോടി രൂപയിലേക്ക് ഉയർത്തി. KSP കമ്പനി നെറ്റ് പ്രോഫിറ്റ് 63 നിന്ന് ഇത്തവണ 69 കോടി രൂപ. വെൽസ്പൻ എൻ്റർപ്രൈസസ് കമ്പനി 93 കോടി രൂപയിൽ നിന്ന് 104 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. അദാനി എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 115% ഉയർന്നു. 674 കോടി രൂപയിൽ നിന്ന് 1454 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ബോബി ഡെയിങ് കമ്പനി കഴിഞ്ഞ തവണ 120 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 15 കോടി രൂപ പ്രോഫിറ്റിലാണ്. പ്രിൻസ് പൈപ്പ് കമ്പനി 19 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. അതായത് പ്രിൻസ് പൈപ്പ് PVC പൈപ്പുകളും അതിൻ്റെ ഫിറ്റിങ്സും വാൽവ്, എൽബോ അങ്ങനെയുള്ള ഫിറ്റിങ്സും എല്ലാം തന്നെ പ്രിൻസ് പൈപ്പ് നിർമ്മിക്കുന്നുണ്ട്. എസ്കോട്ട് കുബൂത കമ്പനി ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. 280 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 290 കോടി രൂപ പ്രോഫിറ്റിൽ ചെറിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തി. ഡാബർ കമ്പനി 460 കോടി രൂപയിൽ നിന്ന് 500 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി 214 കോടി രൂപയിൽ നിന്ന് 225 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. സൺഫാർമ കമ്പനി ഫാർമ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 40% ഉയർന്നു. അതായത് 2020 കോടി രൂപയിൽ നിന്ന് 2836 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. മാക്സ് ഹെൽത്ത് കെയർ കമ്പനി 340 കോടി രൂപയിൽ നിന്ന് ഇത്തവണ പ്രോഫിറ്റ് കുറഞ്ഞ് 240 കോടി രൂപ. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി ഇന്ന് 10% അടുത്ത് ഫോളായി, പിന്നെ കുറച്ച് റിക്കവറി രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ഒരു 9% ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തി. അതായത് ഏകദേശം നെറ്റ് പ്രോഫിറ്റ് ഇവർ 1105 കോടി രൂപ ആണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ 12% ഇടിവ് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് സ്റ്റോക്ക് ഇന്ന് 10% ഫോളായിട്ടുള്ളത്. ഇനി നമുക്ക് വിശദമായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം. നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ടെലഗ്രാം ചാനലുണ്ട്. നമുക്കൊരു വെബ്സൈറ്റും ഉണ്ട്. ടെലഗ്രാം ചാനലിൽ ന്യൂസ് ഷെയർ ചെയ്യാറുണ്ട്. വെബ്സൈറ്റിലും നമുക്ക് IPO, ഡിവിഡൻഡ്, ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻസോ മറ്റുള്ള പരിപാടികളൊന്നും ഇല്ലാതെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റിൽ ഉള്ളത്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.